കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നീതി വൈകുന്നേരം ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരികെ വരികയാണ്. അവിടെ എത്തിയപ്പോൾ കുറേ പണിക്കാരൊക്കെ അവിടെ കാണും. പണിക്കാരെ കണ്ടപ്പോൾ നിധി ഒന്നും മനസ്സിലാവുന്നില്ല എന്താ കാര്യമെന്ന്. നിധി നേരെ വന്ന് സുഭാഷ് ഏട്ടനോട് ചോദിച്ചു, ഇതെന്താ സുഭാഷ് ഏട്ടാ ഇവിടെ പണിയൊക്കെ എന്ന്. അന്നേരം സുഭാഷ് പറഞ്ഞു, അതെ ഇവിടെ പുറത്തൊരു ബാത്റൂമൊക്കെ പണിയുന്ന കാര്യം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ അത് പണിയാൻ തുടങ്ങിയതാണെന്ന് പറയും. നിധിക്ക് അത്ര അതങ്ങ് പിടിച്ചില്ല. അവൾ ചോദിക്കുന്നുണ്ട്, അല്ല ഇത്ര പെട്ടെന്നൊക്കെ ഇത് വേണമായിരുന്നു എന്ന്. അപ്പോഴേക്കും ഹരീഷ് അങ്ങോട്ടേക്ക് വന്ന് പറയുന്നുണ്ട്, അത് വേണമായിരുന്നു നിധി ചേച്ചി, കുറേ കാലമായല്ലോ നമ്മൾ പുതിയൊരു ബാത്റൂം പണിയുന്ന കാര്യം പറയാൻ തുടങ്ങിയിട്ട്, അപ്പോൾ അതുകൊണ്ട് ഇന്ന് അങ്ങ് തുടങ്ങാമെന്ന് കരുതി. ആ സമയം തന്നെ ഭാസ്കരൻ ഇങ്ങനെ നിധി എന്നിങ്ങനെ നോക്കുന്നുണ്ട്. നിധിയെ പാളി നോക്കുകയാണ്. നിധി ഇനി തന്നോട് എന്തെങ്കിലും ചോദിക്കുമോ എന്നൊരു ചിന്ത ഭാസ്കരൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഭാസ്കരൻ നിധിയുടെ മുന്നിൽ അധികം വന്ന് ചെന്നുപെടാറൊന്നുമില്ല. ഭാസ്കരന് ചെറിയൊരു പേടിയാണ്. നികേഷിൻ്റെ അമ്മയെക്കുറിച്ച് ഇനി എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് മറുപടി പറയുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേടി. പിന്നീട് നിധി പതുക്കെ ഭാസ്കരൻ്റെ അടുത്തേക്ക് ചെന്നു. ഭാസ്കരൻ ശരിക്കും അങ്ങ് പേടിച്ചു പോയി. ദൈവമേ, എല്ലാവരും മുന്നിൽ വെച്ച് തന്നെ നാണം കെടുത്തുമോ എന്നും ഇവളുടെ പ്ലാൻ എന്നൊക്കെ അയാൾ ആലോചിച്ച് നിൽക്കുകയാണ്. അങ്ങനെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് ഭാസ്കരൻ്റെ കയ്യിലെ ആ ഒരു മുറിവ് നിധി കാണുന്നത്. ഇതെന്താച്ചാ, ഇതെന്ത് പറ്റിയെന്ന് നിധി ചോദിച്ചു. അവൾ അത് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോഴേക്കും സുഭാഷ് ഇടപെട്ടു. നിധി രാവിലെ പോവാൻ തുടങ്ങിയപ്പോൾ നികേഷ് പടക്കം പൊട്ടിച്ചില്ലേ, അതിലൊരു പടക്കം വന്ന് അച്ഛൻ്റെ കയ്യിൽ വീണു. രാവിലെ അത്ര വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല, പക്ഷേ ഇപ്പോഴത്തേക്കും അത് വലിയ പൊള്ളലായി മാറിയെന്ന് പറയും. നിധി ആകെ പേടിച്ചു പോയി. അവൾ പറഞ്ഞു, എന്താ അച്ഛാ ഇത്, അച്ഛനൊരു കാര്യം ചെയ്യ്, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയും. പക്ഷേ ഭാസ്കരൻ സമ്മതിച്ചില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോളെ എന്ന് പറയും. ഇത്ര വലിയ മുറിവ് കയ്യിൽ വെച്ചിട്ടാണോ അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് പോവില്ല എന്ന് പറയുന്നത് എന്ന് അവൾ ചോദിച്ചു. ഓ പിന്നെ, ഇതൊക്കെ എന്ത്, ഞാൻ ഇതിനേക്കാളും വലിയ പരിക്കൊക്കെ കണ്ടിട്ടുണ്ട്, ഇതൊക്കെ വെറും നിസാരമല്ലേ എന്ന് പുള്ളി അങ്ങ് തട്ടിവിട്ടു. അച്ഛന് നിസാരമായിരിക്കും, പക്ഷേ എനിക്കത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് നിധി പറഞ്ഞു. സുഭാഷ് ഏട്ടൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് അച്ഛനെ കൂട്ടി ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോയി ആ മുറിവൊന്ന് കാണിച്ചുകൂടായിരുന്നോ എന്ന് ചോദിച്ചു. എൻ്റെ പൊന്നു മോളെ, ഞങ്ങൾ കുറേ പറഞ്ഞതാ, പക്ഷേ അച്ഛൻ അത് കേൾക്കാൻ കൂട്ടാക്കിയില്ലല്ലോ എന്ന് സുഭാഷ് പറഞ്ഞു. അത് കേട്ട് ഭാസ്കരൻ പറഞ്ഞു, മോളെ, ഞാൻ പണ്ട് ലോറി ഓടിച്ച് നടന്ന സമയത്തൊക്കെ ഇതിലും വലിയ മുറിവുകളും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ ഉത്തരേന്ത്യയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അന്ന് പോലും ഞാനൊരു ഹോസ്പിറ്റലിലേക്ക് പോലും പോയിട്ടില്ല. പിന്നെയാണോ ഈ ചെറിയ കാര്യം? എനിക്കിതിൽ യാതൊരുവിധ ടെൻഷനുമില്ല. അത് കേട്ടപ്പോൾ നിധി പറഞ്ഞു, അച്ഛൻ അങ്ങനെയൊക്കെ പറയും, പക്ഷേ എനിക്കിത് കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഭാസ്കരൻ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല മോളെ, നീ ഒരു കാര്യം ചെയ്യേ, ഇതോർത്ത് ടെൻഷൻ അടിക്കണ്ട എന്ന് പറയും. പിന്നീട് നിധി നേരെ നികേഷിൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു, എടാ നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്, അച്ഛൻ്റെ കൈ പൊള്ളിയത് നീ കണ്ടില്ലേ എന്ന്. കണ്ടു എന്ന് അവൻ മറുപടി പറഞ്ഞു. എന്നിട്ടാണോ നീ അച്ഛനോട് സോറി പറഞ്ഞോ എന്ന് നിധി ചോദിച്ചപ്പോൾ, സോറിയോ, അതെന്തിനാ, അത് ഞാൻ കാരണമല്ലല്ലോ ഉണ്ടായത് എന്നവൻ പറഞ്ഞു. പിന്നെ സോറി പറയാൻ ഞാനൊന്നും പറയാനും പോകുന്നില്ല, എനിക്ക് അയാളെ പണ്ടേ ഇഷ്ടമില്ല. എടാ നീ എന്താ ഈ പറയുന്നത്, അത് നിൻ്റെ അച്ഛനല്ലേ എന്ന് നിധി പറഞ്ഞു. പിന്നെ ഒരച്ഛൻ വന്നിരിക്കുന്നു, ഞാൻ എന്തിനാ അയാളോട് സോറി പറയുന്നത്, ഞാൻ അയാളെ അച്ഛനായിട്ടൊന്നും കൂട്ടുന്നില്ല. എടാ വഴിയെ പോകുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു ആപത്ത് പറ്റിയാൽ നീ അയാളോട് സോറി പറയില്ലേ എന്ന് ചോദിച്ചപ്പോൾ, വഴിയെ പോകുന്നവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പറയും, പക്ഷേ ഇങ്ങേരോട് മാത്രം ഞാൻ ഒന്നും പറയില്ല എന്ന് തന്നെ അവൻ തീർത്തും അങ്ങ് പറഞ്ഞു. നിധി പറയുന്നുണ്ട്, നീ ഈ കാണിക്കുന്നത് ശരിയല്ല, നീ സോറി പറഞ്ഞേ പറ്റൂ. നികേഷ് പറയുന്നുണ്ട്, ഇപ്പോൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി, ഞാൻ ഒരിക്കലും സോറി പറയാനൊന്നും പോകുന്നില്ല എന്ന്. ആ കാര്യം ഓർത്തിട്ട് ഇനി വിഷമിക്കണ്ട എന്നും പറയും. നിധിക്ക് ഭയങ്കര സങ്കടമായി. അന്നേരം സുഭാഷ് പറയുന്നുണ്ട്, ഞാനൊരു ചായ എടുത്തുകൊണ്ട് വരാമെന്ന്. നീ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നതല്ലേ എന്ന് പറഞ്ഞ് നേരെ അടുക്കളയിലേക്ക് പോയി. ആ സമയത്തന്നെ നിധിയും കൂടെ അടുക്കളയിലേക്ക് ചെല്ലാണ്. അടുക്കളയിൽ ചെന്നപ്പോൾ സുഭാഷേട്ട് നല്ല തിരക്കിട്ട പണിയിലായിരിക്കും. സുഭാഷ് പറയുന്നുണ്ട്, മോളെ നിധി, നീ ആ ഒരു പാത്രം എന്ന് എടുത്തു തരാമോ എന്ന് ചോദിക്കും. ആ പാത്രം എടുത്തു കൊടുക്കുമ്പോൾ നിധി ചോദിച്ചു, എന്താ സുഭാഷേട്ടാ ഇത്, ഇതൊക്കെ ആകെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണല്ലോ, ഇത് കണ്ടാൽ തന്നെ ആരും ഓടിപ്പോകുമല്ലോ, ഒരു നല്ല പാത്രമൊക്കെ വാങ്ങി വെച്ചൂടെ എന്ന് ചോദിക്കുകയാണ്. വാങ്ങി വെക്കണം മോളെ, അതെങ്ങനെയാ, ഒന്നും അങ്ങ് ശരിയാവുന്നില്ല, ഇനിയും വേണം പുതിയതൊക്കെ വാങ്ങി വെക്കാനെന്നൊക്കെ പറയാണ്. അടുക്കളയിലാകുമ്പോൾ അത്യാവശ്യം ഉപയോഗിക്കാൻ കൊള്ളാവുന്ന പാത്രങ്ങൾ തന്നെ വേണം, അല്ലാതെ ഇരുന്നാൽ ശരിയാവില്ല. എന്തിനു പറയണം, ഒരു പാത്രത്തിൽ കറി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അത് കഴുകി വെച്ചിട്ട് അടുത്ത കറി ഉണ്ടാക്കുന്നത് എന്ന് പോലും അവൾ ചോദിച്ചു. സുഭാഷ് പറയുന്നുണ്ട്, അതെ, ഈ തിരക്കിടയിൽ അതൊക്കെ ഓർക്കാനൊന്നും ആർക്ക് സമയമുള്ളത്, ഞാൻ എങ്ങനെയൊക്കെ അങ്ങ് ചെയ്യും, അതൊരു ശീലമായി പോയി എന്ന് പറയും. മുൻപ് അങ്ങനെയൊക്കെ ആയിരുന്നേക്കാം, പക്ഷേ ഇപ്പം അങ്ങനെയല്ലല്ലോ, നമ്മളിവിടെ ആളെണ്ണം കൂടിയില്ലേ എന്ന് ചോദിക്കുകയാണ് നിധി. അത് ശരിയാണ് എന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടൻ, നീ വിഷമിക്കണ്ട, അടുത്ത തവണ നമുക്ക് വാങ്ങാമെന്ന് പറയും. പിന്നീട് സുഭാഷ് ചായക്ക് എടുത്ത് കൊടുത്തു. ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ താനും കൂടെ സഹായിക്കാമെന്ന് നിധി പറയാണ്. വേണ്ട മോളെ, ഇതെനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് സുഭാഷ് പറഞ്ഞിട്ടും
അതൊന്നും കാര്യമില്ല, ഞാനും കൂടാ എന്ന് പറഞ്ഞ് അവൾ സഹായിക്കാൻ തുടങ്ങി. ആ സമയത്താണ് നികേഷ് അങ്ങോട്ടേക്ക് വരുന്നത്. അവൻ ഇങ്ങനെ അവിടെ വന്ന് നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ സുഭാഷ് ചോദിച്ചു, നിനക്ക് ചായ വേണോ എന്ന്. പക്ഷേ വേണ്ട എന്ന് തന്നെ അവൻ പറഞ്ഞു. നിധി അവനൊന്നും മൈൻഡ് പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. നികേഷ് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നിധിയെ വിളിച്ചു. പക്ഷേ അവൾ മൈൻഡ് ചെയ്യാതെ മിക്സി ഓണാക്കി തേങ്ങ അരക്കാൻ തുടങ്ങി. മിക്സിയുടെ ശബ്ദം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. നികേഷ് വീണ്ടും വിളിച്ചു. അപ്പോൾ നിധി സുധീഷിനോട് ചോദിക്കുന്നുണ്ട്, സുഭാഷേട്ടാ ഇനി എന്തെങ്കിലും ഉണ്ടാക്കാനുണ്ടോ, ഞാൻ സഹായിക്കണോ എന്നൊക്കെ. തന്നെ മനഃപൂർവ്വം നിധി ചേച്ചി ഒഴിവാക്കുകയാണ് എന്ന കാര്യം നികേഷിന് മനസ്സിലായി. അവൻ പെട്ടെന്നങ്ങ് പൊട്ടിക്കരഞ്ഞു. സങ്കടം സഹിക്കാൻ പറ്റിയിരുന്നില്ല അവന്. അത് കണ്ടപ്പോൾ നിധി ചോദിച്ചു, അയ്യോ നീ എന്തിനാടാ ഈ കരയുന്നത് എന്ന്. സോറി കേട്ടോ നിധിയെടുത്തി, ഞാൻ ദേഷ്യത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതാ. അച്ഛനെക്കുറിച്ചൊക്കെ എന്നോട് ക്ഷമിക്കണമെന്ന് അവൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ നിധിക്കും ഒരുപാട് സങ്കടമായി. അവൾ പറഞ്ഞു, നികേഷേ നിനക്കറിയാമല്ലോ അത് നിന്റെ അച്ഛനാണ് എന്ന്. ആ ഒരു പരിഗണന നീ അച്ഛന് കൊടുക്കണം. ജന്മം നൽകിയ ആളല്ലേ. അപ്പോൾ അച്ഛനെക്കുറിച്ച് അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? അതുമാത്രമല്ല, നമ്മുടെ ഭാഗത്ത് നിന്നൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് അംഗീകരിക്കണം. എങ്കിലല്ലേ നമ്മൾ മനുഷ്യരാകൂ എന്ന് അവൾ ചോദിച്ചു. നികേഷ് പറയുന്നുണ്ട്, ഞാൻ സോറി പറഞ്ഞോളാം നിധിയേട്ടത്തി, എൻ്റെ തെറ്റ് എനിക്ക് ബോധ്യപ്പെട്ടു. നിന്നെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കണം, എങ്കിലേ ജീവിതം നന്നായിട്ട് പോകൂ എന്ന് അവൾ ഉപദേശിച്ചു. അങ്ങനെ നികേഷ് സോറി പറയാൻ സമ്മതിച്ചു. കുറച്ച് കഴിഞ്ഞ് ആഹാരമുണ്ടാക്കി എല്ലാവരെയും കഴിക്കാൻ വിളിക്കുകയാണ്. അന്നേരം നിധി ചോദിച്ചു, അച്ഛൻ എവിടെയെന്ന്. അച്ഛൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാമെന്ന് പറഞ്ഞതായി സുഭാഷ് അറിയിച്ചു. കഴിക്കാനിരുന്നപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, എന്താ സുഭാഷ് ഏട്ടാ ഇന്ന് സ്പെഷ്യൽ വല്ലതുമുണ്ടോ എന്ന്. പിന്നെ സ്പെഷ്യൽ ഇല്ലാതെ എപ്പോഴും ഈ ദോശയും ചമ്മന്തിയും മാറ്റിയിട്ട് വല്ല ചൈനീസ് ഡിഷുമൊക്കെ ഉണ്ടാക്കിക്കൂടെ എന്ന് അവൻ ചോദിച്ചു. അത് കേട്ട് വന്ന നിധി പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യേ, നിന്റെ ഫോൺ എടുത്ത് നീ അങ്ങ് ഓർഡർ ചെയ്യ്. അപ്പോൾ ചൈനീസ് കടയിൽ നിന്നും ഇഷ്ടമുള്ളത് കഴിക്കാമല്ലോ എന്ന് പറയും. സുഭാഷ് ഏട്ടന് ഇതൊക്കെയല്ലേ ഉണ്ടാക്കാനറിയത്തുള്ളൂ എന്നും പറയാണ്. അത് കേട്ടപ്പോൾ സുഭാഷ് അങ്ങ് ചിരിച്ചു. എന്നിട്ട് പറയുന്നുണ്ട്, എടാ നിങ്ങളൊന്ന് കഴിച്ചു നോക്ക്, ഇതിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്നും പറയും. ഇതെന്താ ഉപ്പുമാവാണോ എന്ന് നികേഷ് ചോദിച്ചു. അതെ, ദോശയും ഇഡ്ഡലിയൊക്കെ എപ്പോഴും കഴിക്കുമ്പോൾ ബോറടിക്കില്ലേ, അതുകൊണ്ട് ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചു. ദൈവമേ പെട്ടുപോയല്ലോ, ഉപ്പുമാവ് എന്തിനാ സുഭാഷേട്ടാ ഉണ്ടാക്കിയത് എന്ന് അവൻ ചോദിച്ചു. എങ്കിലും അവൻ അത് കഴിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൊള്ളാം, നല്ല രുചിയുണ്ട് എന്ന് പറഞ്ഞു. സുധീഷും കഴിച്ചു നോക്കി. വെറൈറ്റി ആയിട്ടുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു എന്ന് പറയണം അവന്. അങ്ങനെ അവരെല്ലാവരും സന്തോഷത്തോടു കൂടി സംസാരിച്ചു കൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുമ്പോഴാണ് സുഭാഷിൻ്റെ ഫോണ് ബെല്ലടിക്കുന്നത്. ഹരീഷ് പറയുന്നുണ്ട്, സുഭാഷേട്ടാ ഫോണ് ബെല്ലടിക്കുന്നുണ്ട്, അതൊന്ന് എടുത്തു കൊണ്ടുവരാൻ പറയും. ഹരീഷ് ഫോൺ എടുത്ത് നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇത് സുനന്ദയാണല്ലോ വിളിക്കുന്നത് എന്ന്. സുനന്ദയോ എന്ന് എല്ലാവരും ചോദിച്ചു. നികേഷ് ചോദിക്കുന്നുണ്ട്, സത്യം പറ സുഭാഷേട്ടാ, സുനന്ദ വിളിക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അതെ, ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്, പക്ഷേ ഞാൻ കോൾ എടുക്കാറില്ല എന്ന് സുഭാഷ് പറഞ്ഞു. അവൾ എന്തിനാ വിളിക്കുന്നത് എന്ന് ഹരീഷ് ചോദിക്കുന്ന സമയത്തിന് അത് തനിക്കറിയില്ല എന്ന് തന്നെ സുഭാഷ് പറഞ്ഞു. 2 തവണ വിളിച്ചിട്ടും അവൻ ഫോൺ എടുത്തില്ല. 3ാമത് വീഡിയോ കോൾ വരെയാണ്. നിധി പറയുന്നുണ്ട്, സുഭാഷേട്ടാ ഇത് വീഡിയോ കോളാണല്ലോ, ഒരു കാര്യം ചെയ്യാം, ഞാൻ എടുത്ത് സംസാരിക്കാമെന്ന് പറഞ്ഞു. സുഭാഷിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. നിധി ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ അപ്പുറത്ത് സുനന്ദയുടെ മുഖം തെളിഞ്ഞു. പക്ഷേ സുഭാഷിന് പകരം നിധിയെ കണ്ടപ്പോൾ സുനന്ദ ഒന്ന് ഞെട്ടി. ആ മുഖത്തെ ആവേശം പെട്ടെന്നങ്ങ് കെട്ടുപോയി. ഓ നിധിയായിരുന്നോ, ഞാൻ സുഭാഷേട്ടനെ ഒന്ന് കാണാൻ വേണ്ടി വിളിച്ചതാ എന്ന് സുനന്ദ വിക്കിക്കൊണ്ട് പറഞ്ഞു. നിധി വിട്ടുകൊടുത്തില്ല. മുഖത്തൊരു കടുപ്പമുള്ള ചിരി വരുത്തിക്കൊണ്ട് തന്നെ അവൾ ചോദിച്ചു, സുനന്ദ നീ എന്തിനാ ഈ നേരത്തെ സുഭാഷേട്ടനെ വീഡിയോ കോൾ ചെയ്യുന്നത് എന്ന്. അന്ന് തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർത്തതല്ലേ നമ്മൾ. സുനന്ദ എന്തൊക്കെയോ ന്യായീകരിക്കാൻ നോക്കി. തനിക്ക് സുഖമില്ല എന്നും അച്ഛനൊന്ന് കാണണമെന്നൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും നിധി ഉറച്ച നിലപാടിലായിരുന്നു. അച്ഛൻ ഇവിടെ ഒരു കുഴപ്പമില്ല, ഞങ്ങളെല്ലാവരും കൂടെയുണ്ട്, ഇനി ഈ നമ്പറിലേക്ക് ഒരു കോള് പോലും വരാൻ പാടില്ല എന്ന് നിധി പറഞ്ഞ് കോളങ്ങ് കട്ട് ചെയ്യാണ്. ഈ സമയം സുഭാഷിൻ്റെ മുഖത്ത് ഒരു വലിയ ആശ്വാസമായിരുന്നു. തൻ്റെ ഉള്ളിലെ വലിയൊരു ഭാരം നിധി ഇറക്കി വെച്ചതുപോലെ അദ്ദേഹത്തിന് തോന്നി. അങ്ങനെ അത്താഴം കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങാൻ പോയെങ്കിലും നികേഷിൻ്റെ മനസ്സിൽ നിധി പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ തന്നെയായിരുന്നു. അവൻ പതുക്കെ അച്ഛൻ്റെ മുറിയിലേക്ക് ചെന്നു. അവിടെ ലൈറ്റ് അണച്ചിരുന്നില്ല. ഭാസ്കരൻ കയ്യിലെ പൊള്ളൽ തഴുവിക്കൊണ്ടിരിക്കുകയായിരുന്നു. നികേഷ് വാതിൽക്കൽ വന്ന് നിൽക്കുന്നത് അദ്ദേഹം കണ്ടു. എന്നിട്ട് ഒന്ന് പകച്ചു. എന്താടാ, നിനക്ക് എന്തെങ്കിലും വേണോ അദ്ദേഹം ചോദിച്ചു. നികേഷ് ഒന്നും മിണ്ടാതെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്ന് ആ കയ്യിൽ പതുക്കെ പിടിച്ചു. അച്ഛ സോറി, ഞാൻ കാരണമാണല്ലോ അച്ഛനിത് പറ്റിയത് എന്ന് അവൻ വിറയലോടെ പറഞ്ഞു. ഭാസ്കരൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. പണ്ട് ലോറി ഓടിച്ച് കഷ്ടപ്പെട്ട കാലത്ത് പോലും ഇത്രയും സന്തോഷം തനിക്ക് തോന്നിയിട്ടില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. അവൻ അച്ഛൻ്റെ കയ്യിൽ മരുന്ന് പുരട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ വീടിനുള്ളിലെ വർഷങ്ങളായിട്ടുള്ള മഞ്ഞുരുകുകയായിരുന്നു.
ഇതൊക്കെ ദൂരെ നോക്കി നിന്ന് സുഭാഷിൻ്റെയും നിധിയുടെയും കണ്ണുകളിൽ ഒരു ചെറിയ സംതൃപ്തി ഉണ്ടായിരുന്നു. ഒരു തകർച്ചയിൽ നിന്നും ആ കുടുംബം പതുക്കെ കരുത്തോടുകൂടെ തന്നെ തിരിച്ചു വരികയാണ്. ആ രാത്രിയിലെ നിശബ്ദത അതെല്ലാം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കാറ്റത്തെ കിളിക്കൂടിൽ ഇനി വരാൻ പോകുന്നത് നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.